ഗഫൂർ, ആ പോയിന്റിലാണ് ഒരു പ്രധാനപ്പെട്ട നിങ്ങൾ ഉന്നയിച്ചതിൽ ലോജിക്കുമായി ബന്ധപ്പെട്ട് ഏക പ്രശ്നം എന്ന് പറയുന്നത് 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രാരാബ്ദം ഉണ്ടാക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ 30 പേർക്ക് ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുന്നുള്ളത് നേരത്തെ ഡിജോ കാപ്പൻ വിശദീകരിച്ചതുപോലെ 45 മിനിറ്റൊക്കെ ടെസ്റ്റ് എടുത്ത് പാസ്സാക്കുന്ന വിദേശ രാജ്യങ്ങളുണ്ട്, 1.5 മണിക്കൂർ എടുത്ത് പാസ്സാക്കുന്ന വിദേശ രാജ്യങ്ങളുണ്ട്. കാരണം അവർ വളരെ സൂക്ഷ്മമായി ആധികാരികതയോടുകൂടിയാണ് അവർ ആ ടെസ്റ്റ് കൊടുക്കുക, ലൈസൻസ് കൊടുക്കുക. അവിടെയാണ് 147 ടെസ്റ്റ് ഒരു ദിവസം നടത്തി റെക്കോർഡിട്ട മലപ്പുറത്തെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിയാണ് മലപ്പുറം മാഫിയ എന്ന് പറഞ്ഞത്. അവിടുത്തെ RTOയും ചില ഏജന്റുമാരും തമ്മിലുള്ള വലിയ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ മറ്റൊരർത്ഥത്തിലാണ് എടുത്തത് അബ്ദുൽ ഗഫൂർ. അത് ഏതെങ്കിലും തരത്തിൽ മലപ്പുറത്തെ അധിക്ഷേപിക്കാനായിരുന്നില്ല. മലപ്പുറത്തൊരു തട്ടിപ്പ് നടന്നാൽ മലപ്പുറത്ത് തട്ടിപ്പ് എന്നാണ് പറയുക, പത്തനംതിട്ട തട്ടിപ്പ് നടന്നാൽ പത്തനംതിട്ട തട്ടിപ്പാണെന്ന് പറയുക. പക്ഷേ ശ്രമിക്കുകയും ചെയ്തു അബ്ദുൽ ഗഫൂർ. ആദ്യമേ പറയട്ടെ, നേരത്തെ സംസാരിച്ച സാറ് പറഞ്ഞു ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ വാഹനം അതേപോലെ ഇലക്ട്രിക് വാഹനം ഇതിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനും ടെസ്റ്റിന് വരുന്നതിനും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആ സർക്കുലറിലെ ആദ്യത്തെ വാദം. അത് വേണമെന്നാണ് ഞങ്ങളും പറയുന്നത്. ഓട്ടോമാറ്റിക് വാഹനവും ഇലക്ട്രിക് വാഹനവും ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ വാദം. അത് ആദ്യത്തെ സർക്കുലർ ആദ്യത്തെ പോയിന്റാണ്. പിന്നെ അടുത്തത് പറഞ്ഞ് 1 മണിക്കൂറോ 45 മിനിറ്റോ 2 മണിക്കൂറോ എത്ര നേരം വേണം എടുത്തിട്ട് ടെസ്റ്റിന് പരീക്ഷിച്ചോട്ടെ. ആ പരിഷ്കാരങ്ങൾക്കെല്ലാം ഞങ്ങൾ അനുകൂലമാണ്. അത് നടത്താനുള്ള സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥരെ പുതിയത് വെക്കട്ടെ, അതാണ് ഞങ്ങൾ പറയുന്നത്. ഉദ്യോഗസ്ഥരെ പുതിയത് വെക്കട്ടെ, അതുപോലെ തന്നെ പുതിയ ട്രാക്കുകൾ വരട്ടെ. ഇതെല്ലാം സർക്കാർ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കട്ടെ. സർക്കാരിലേക്ക് ഫീസ് അടച്ചിട്ടല്ലേ ഈ അപേക്ഷകർ. ഞങ്ങളെ നോക്കണ്ട, ഈ അപേക്ഷകർ ഓരോ കുട്ടിയും കാറിൻ്റെയും മോട്ടോർ സൈക്കിളിൻ്റെയും ലൈസൻസ് എടുക്കുമ്പോൾ 1455 രൂപ. ആ 1455 രൂപ ഓരോരോ സെഗ്മെൻ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ലേണേഴ്സ് ഫീസ്, ഡ്രൈവിംഗ് ടെസ്റ്റ് ഫീസ്, കാർഡ് ഇഷ്യൂ ഫീസ്, ലൈസൻസ് അയക്കുന്നതിൽ പോസ്റ്റൽ ഫീസ്, സർവീസ് ചാർജ്, ഞാൻ പറയട്ടെ. ഞങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിച്ച ലൈസൻസ് എടുത്തു കൊടുക്കുന്നതിന് 8,000 രൂപ മുതൽ 15,000 വരെ വാങ്ങുന്ന പല സ്കൂളും പല റേറ്റാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മാനദണ്ഡമില്ല. അത് ഇവിടെ സർക്കാരിന്റെ ടെസ്റ്റ് അതിനകത്ത് മാനദണ്ഡം എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലും പല വിധത്തിലാണ് വാങ്ങിക്കുന്നത്. 8,000 വാങ്ങിക്കുന്നുണ്ട്, 10,000 വാങ്ങിക്കുന്നത്. ശരിയല്ലല്ലോ അബ്ദുൽ ഗഫൂർ. ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു പരിശീലന കളരിയിൽ വരുമ്പോൾ ഒരു സ്ഥലത്ത് 8,000 രൂപ, മറ്റൊരു സ്ഥലത്ത് 16,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ വലിയ കച്ചവടമാണത്. സർക്കാർ ഇതിന് ഫീസ് നിശ്ചയിച്ചിട്ടില്ല. അല്ല, അതാണ് പറഞ്ഞത്. നിങ്ങളും സർക്കാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ളൊരു വലിയ നെക്സസ് ഇതുവരെ ഉണ്ടായിരുന്നു. അത് പൊളിക്കാനാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിനെ അനുകൂലിക്കുകയല്ലേ വേണ്ടത്? ഞങ്ങൾ പറയുന്നത് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഇതല്ല. ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ 1450 ഇത് മുഴുവൻ പറയട്ടെ. ഈ ഫീസ് അടച്ച് ഞങ്ങളെ വിട്ടേക്ക്, ഡ്രൈവിംഗ് സ്കൂളുകാരെ വിട്ടേക്ക്. 1455 രൂപ ലൈസൻസിന് ഫീസ് അടച്ച് അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുന്നവർക്ക് ഒരു ടെസ്റ്റിനുള്ള അവസരം പോലും കൊടുക്കുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അബ്ദുൽ ഗഫൂർ. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവർക്ക് 6 മാസം നേരത്തെ 30 ദിവസം കൊണ്ട് സാധ്യമായിരുന്നത് ഇപ്പോൾ 180 ദിവസം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ആ ഉദ്യോഗാർത്ഥികളുടെ ഈ പരീക്ഷാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അത് ശരിയുമാണ്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ഉയർത്തുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് ദുർബലമല്ലേ എന്നുള്ളതാണ് കാര്യം. ഇങ്ങനൊരു പരിഷ്കാരം വരുമ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ശരി, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പൊ നിങ്ങളാണ് ഇറങ്ങുന്നത്, ആ പരീക്ഷാർത്ഥികളല്ല. ഇപ്പോൾ പരീക്ഷാർത്ഥികൾക്ക് വേണ്ടി നിങ്ങളുടെ സ്ഥലം വിട്ടുകൊടുക്കാതെ കൊടി കുത്തി നിങ്ങൾ അവിടെ സമരം ചെയ്യാണ്. അതെ, അത് ഞങ്ങൾ പറയുന്നത് എന്താ, ഇപ്പൊ ഒന്നുകൂടി പറയാം. മലപ്പുറത്ത് 5 ഏക്കർ സ്ഥലം മിൻഗൽ സിറ്റിയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിലുണ്ട്, ഏകദേശം ആയി കിടക്കുകയാണ്. അത് എന്തുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഏറ്റെടുക്കുന്നില്ല? സർക്കാരിന് വേണ്ട. നിങ്ങൾ കൊടുക്കുന്ന സ്ഥലത്ത് ഈ സർക്കാർ ടെസ്റ്റ് നടത്തുന്ന സർക്കാരിന്റെ അന്തസ്സിൽ ചേരുന്നതല്ല എന്ന് തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും നിലപാട്. അത് വരും, പക്ഷെ അത് വരുന്നത് വരെ ടെസ്റ്റ് നടത്താൻ നിങ്ങൾ അനുവദിക്കാത്തത് എന്താണെന്നുള്ളത് എന്റെ കൺസേൺ. അതിപ്പോ 1-2 മാസത്തിനുള്ളിൽ ചിലപ്പോൾ അത് സാധ്യമാവും. പക്ഷെ അതുവരെ ടെസ്റ്റ് വേണ്ട എന്ന് വെക്കാൻ കഴിയോ? ഞങ്ങൾ പറയുന്നത് ഈ ചില കാര്യങ്ങൾ ഈ സർക്കുലർ ഇതുപോലെ 4/2024 പറയുന്ന പുതിയ വാഹനങ്ങൾ എടുക്കണം, ഉദ്യോഗസ്ഥർ നടത്തുന്ന ടെസ്റ്റ്, എങ്ങനെയാണ്
Meet with Arun Kumar.